ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു എഗ്ഗ് റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനായി 2 പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ തീയിൽ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അതിലൊരു പാനിലോട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. മറ്റേ പാനിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് 4 മുട്ട ബുൾസൈ ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് സിമ്മിലാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മുകളിൽ വിതറി കൊടുത്താൽ മതി. അത് അവിടുന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമ്മൾക്ക് അടുത്ത പാനിലോട്ട് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. സവാള വളരെ കുറച്ച് മതി. കുറച്ച് വലിപ്പമുള്ള സവാളയാണെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ എടുത്താൽ മതി. ഞാനിവിടെ വളരെ ചെറിയ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ ഉണ്ടാവില്ല, അതിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്ലൈസ് ചീസാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 4 5 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് പെട്ടെന്ന് വറ്റിയൊരു ക്രീമിഷ് പരുവത്തിലേക്ക് വരും. ആ സമയത്ത് കണ്ടില്ലേ, നന്നായി തിളച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തിളച്ച് വന്നോളും. പെട്ടെന്ന് തന്നെ അത് കുറുകി ഒരു ക്രീമായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ബുൾസൈ ഉണ്ടല്ലോ, ആ ബുൾസൈയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലേ, മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തി, ബ്രെഡ്, റൈസ്, ഞാൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ഇത്. നമ്മളെ കേരളീയ ഡിഷല്ല ഇത് ഒരു ഭൂട്ടാൻ്റെ ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഡിഷ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.